9 മൃതശരീരങ്ങളാണ് ഇപ്പോൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നത്. അത് അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നു. മേപ്പാടി ടൗൺ കഴിഞ്ഞ് അത് മുന്നോട്ട് പോന്നിരിക്കുകയാണ്. ഇപ്പോൾ മേപ്പാടിയിലെ പ്രത്യേക തയ്യാറാക്കിയ മോർച്ചറിയിൽ സൂക്ഷിച്ച 3 മൃതശരീരങ്ങൾ പോകുന്നതിന് തയ്യാറെടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന കാഴ്ച, ആംബുലൻസുകൾ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പം MSA ഓഡിറ്റോറിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏതാനും ശരീരഭാഗങ്ങൾ കൂടി ഇന്ന് സംസ്കരിക്കാൻ അയക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനായി നേരത്തെ ആദ്യം പുത്തുമലയിലേക്ക് പോയ ആംബുലൻസുകൾ തിരിച്ച് MSA ഓഡിറ്റോറിയം ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവയും ഈ ഘട്ടത്തിൽ എത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എത്ര എണ്ണം പുറപ്പെടുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായൊരു വിവരം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ പുറപ്പെട്ടിരിക്കുന്ന 9, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന 3, 12. പിന്നീട് ഒരു 16 എണ്ണം കൂടി കാണും. ഇന്ന് ഒരു 30 എണ്ണം കൂടി അടക്കും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാം ഘട്ടത്തിലും അവിടുന്ന് കുറച്ച് മൃതശരീരങ്ങൾ ഇറക്കും. ഇതിപ്പോൾ 3 വാഹനങ്ങളിലായി കയറ്റിയിരിക്കുന്നു. അവ പുറപ്പെടാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ നിന്നും വാഹനം പുറപ്പെടും. രേണുക, പല സ്ഥലങ്ങളിലായി സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിക്കുകയാണ്. ആംബുലൻസുകൾ പുറപ്പെട്ടു എന്ന വിവരമാണ് MS അനീഷ് കുമാർ അവിടെ നിന്ന് നൽകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോ കുഴിമാടങ്ങളായി നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ആ കുഴിമാടങ്ങളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുന്നു. ഇനി മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനായി ചെറിയ കുഴിമാടങ്ങളും ഇതിനോട് ചേർത്ത് തന്നെ തയ്യാറായിട്ടുണ്ട്. DNA പരിശോധന ഉൾപ്പെടെ നടത്തി, മൃതദേഹ ഭാഗങ്ങളുടേതടക്കം DNA പരിശോധന ഉൾപ്പെടെ നടത്തി സംസ്കരിക്കുന്ന സ്ഥലം കൃത്യമായി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ബന്ധുക്കൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ DNA പരിശോധനയിലൂടെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിനുശേഷം അവർക്ക് സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിൽ അതിൻ്റെ വിവരശേഖരണം സാധ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളായാണ് മടക്കം. പലതും മൃതദേഹം എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ്. ചാലിയാറിൻ്റെ തീരത്തു നിന്നും മറ്റുമൊക്കെ ലഭിച്ച മൃതദേഹങ്ങളാണ് തീർത്തും മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമായി തിരികെ ലഭിച്ചത്. അതിൻ്റെ സംസ്കാരം ഉൾപ്പെടെയാണ് നടക്കുന്നത്. 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കുക. പ്രത്യേക ആക്ഷൻ പ്ലാൻ പ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മരണം നടന്ന് 72 മണിക്കൂറിന് ശേഷം തിരിച്ചറിയപ്പെടാതിരുന്നാൽ അജ്ഞാത മൃതദേഹമായി സംസ്കരിക്കാനുള്ള നിയമമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇവിടെ ഈ മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഓരോ ശരീരഭാഗത്തിൻ്റെയും വരെ DNA സാമ്പിളുകൾ ശേഖരിച്ച് അത് റെക്കോർഡിക്കലാക്കി അങ്ങനെ അത് സൂക്ഷിച്ചുകൊണ്ട് ആണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 200-ലധികം പേരെ കാണാതായ വിവരമുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ എണ്ണം 200-ൽ താഴെയായി ചുരുങ്ങിയിട്ടുണ്ട്. കാണാത്ത ആളുകളെ കാത്ത് ബന്ധുക്കൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പോഴാണ് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളായി 158 ശരീരഭാഗങ്ങളും 31 മൃതശരീരങ്ങളും സംസ്കരിക്കുന്നത്. കുറ്റവർക്കും ഇടയവർക്കും പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം രൂപമാറ്റം സംഭവിച്ച മൃതദേഹങ്ങളുമാണ് നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നത്. MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായും വലിയ ഒരു തിരക്കാണ് ആദ്യ ദിനങ്ങളിൽ അനുഭവപ്പെട്ടത്. കാരണം മേപ്പാടി ആശുപത്രി പോലൊരു ചെറിയ ആശുപത്രിക്ക് താങ്ങാൻ കഴിയുന്നതിലധികം മൃതശരീരങ്ങൾ ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് തന്നെ അവിടെ വളരെ പെട്ടെന്ന് ഇത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അതിനുശേഷമാണ് പഞ്ചായത്തിന്റെ എതിർവശത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ഹാള് ഒരു താൽക്കാലിക മോർച്ചറിയായി മാറ്റുകയും മൃതശരീരങ്ങൾ ഇവിടെ സൂക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇവിടെ നിന്നും താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതോടുകൂടി സമീപത്തിനുള്ള MSA ഓഡിറ്റോറിയം
ഒരു താൽക്കാലിക മോർച്ചറായി മാറ്റി മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളും അവിടേക്ക് മാറ്റുകയും ചെയ്തു. അവിടെയും പറ്റാതെ വന്നപ്പോഴാണ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ 20 മൃതശരീരങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണുള്ളത്. അത്തരത്തിൽ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചാണ് ഇത്രയും ദിവസങ്ങൾ ഈ മൃതശരീരങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. താൽക്കാലികമായി തയ്യാറാക്കിയ മോർച്ചറികളാണ്, മൊബൈൽ ഫ്രീസറുകളിലാണ് ഈ മൃതശരീരങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഈ വയനാടിന് പുറമെ മറ്റിടങ്ങളിൽ നിന്നും കൂടിയൊക്കെയുള്ള മൊബൈൽ ഫ്രീസറുകൾ ഇവിടെ എത്തിച്ചാണ് ഇത്തരത്തിൽ സൂക്ഷിച്ചിരുന്നത്. ഇവിടുത്തെ ആളുകൾ തന്നെയാണ് ഇവിടെ ഈ മൃതശരീരം സൂക്ഷിക്കുന്നതിനായി ഉണ്ടായിരുന്നത്. ഈ നാട്ടുകാർ തന്നെ അവരൊക്കെ അങ്ങേയറ്റം മാതൃകാപരമായ ത്യാഗസന്നദ്ധമായ മനസ്സോടെയാണ് ഇവിടെ ഇത്രയും ദിവസം ഈ സേവനം അനുഷ്ഠിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ മൃതശരീരങ്ങളിൽ പലതും അഴുകി ഒരു ജീർണാവസ്ഥയിലായ സാഹചര്യമാണ്. പലതിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്ന ഒരവസ്ഥയിലും കാര്യങ്ങൾ എത്തി. അതുകൊണ്ട് തന്നെയാണ് ഇവ കൂട്ടമായി സംസ്കരിക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുകയും ചെയ്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ DNA സാമ്പിളുകളൊക്കെ സഹിതം ശേഖരിച്ച് അതിനുശേഷമാണ് സംസ്കാരത്തിനായി കൊണ്ടുപോകുന്നത്. മൃതദേഹം സംസ്കരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ അത് ഉള്ളടക്കം ചെയ്താണ് ഓരോ മൃതദേഹവും സംസ്കരിക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്നും പുറപ്പെട്ട ആംബുലൻസുകളിൽ ചില ഭാഗങ്ങൾ മാത്രം വളരെ വലിപ്പം കുറഞ്ഞ മൃതദേഹങ്ങൾ ഉണ്ട്. അത് ചില ആളുകളുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ്. പക്ഷേ ആ ശരീരഭാഗത്തിനെയും ഒരു പൂർണ്ണ മൃതദേഹം എന്നൊരു രീതിയിൽ തന്നെ പരിഗണിച്ചാണ് സംസ്കാരത്തിനായി അയച്ചിരിക്കുന്നത്. ആ ശരീരഭാഗത്തിന്റെയും DNA സാമ്പിളുകളൊക്കെ ശേഖരിച്ച് ഭാവിയിൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനുകൂടി പര്യാപ്തമായ രീതിയിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മേപ്പാടി ഈ ഹാളിൽ മേപ്പാടിയിലെ താൽക്കാലിക മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ദിവസമായിരിക്കും ബാക്കി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ഇന്ന് തന്നെ 3 മൃതദേഹങ്ങൾ ഇവിടേക്ക് പുതുതായി ഇന്ന് തെരച്ചിലിൽ കണ്ടെത്തിയത് എത്തിച്ചിരുന്നു. ഒന്ന് ഈ സൂചിപ്പാറ മേഖലയിൽ നിന്നും നിലമ്പൂരിലെ സന്നദ്ധ പ്രവർത്തകർ കാട്ടിൽ കയറി കുടുങ്ങിയ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ ഒരു മൃതദേഹം കണ്ടെടുത്തിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ വഴിതെറ്റി കാട്ടിനുള്ളിൽ അകപ്പെട്ടപ്പോൾ അവർ ആ മൃതശരീരം കാത്തു സൂക്ഷിച്ചാണ് അവർ ഉണ്ടായിരുന്ന. ഈ മൃതദേഹത്തോടൊപ്പമാണ് അവർ ഉണ്ടായിരിക്കുകയും ചെയ്ത് പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തി അത് അവരെ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും ഒരുപാട് ആളുകളുടെ മൃതശരീരങ്ങൾ ലഭിച്ച ഒരു സ്ഥലമാണ് വില്ലേജ് റോഡ്. ആ ഭാഗത്തു നിന്നും ഇന്ന് 2 മൃതശരീരങ്ങൾ കൂടി കണ്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് തെരച്ചിലിൽ 3 മൃതശരീരങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോഴും മൃതശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മന്ത്രി അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞതാണ്, തെരച്ചിൽ അവസാനിപ്പിക്കാൻ യാതൊരു നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇല്ല. ദൌത്യ സംഘങ്ങൾ പ്രത്യേകിച്ചും സേനയും പോലീസും ഫയർഫോഴ്സും ഒക്കെ പറയുന്നതനുസരിച്ച് തന്നെയാവും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. സർക്കാർ ഒരു തരത്തിലുമുള്ള നിലപാടുകൾ ഉദ്യോഗസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഒരുങ്ങില്ല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ശരീരങ്ങൾ കിട്ടിയിരിക്കുന്നത് കൊണ്ട് വരും ദിവസങ്ങളിലും തെരച്ചിൽ തുടരാൻ തന്നെയാണ് സാധ്യത. രേണുക, തീർച്ചയായും തെരച്ചിൽ തുടരാൻ തന്നെയുള്ള തീരുമാനമാണ് സർക്കാർ എടുക്കുന്നത്. സൈന്യം തീരുമാനം, അതിൽ എന്ത് തീരുമാനമെന്ന് സൈന്യം എടുക്കും വരെ അതിന് വേണ്ടുന്ന സഹായ സംവിധാനങ്ങൾ തുടരാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. സൈന്യത്തിൻ്റേതായിരിക്കും അന്തിമ വാക്ക് ഇക്കാര്യത്തിൽ എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നേരത്തെ സർവമത പ്രാർത്ഥനയും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ആദരവും ഒക്കെ അർപ്പിച്ച മൃതദേഹങ്ങൾ ഓരോന്നായി കുഴിമാടത്തിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. മൃതദേഹങ്ങൾ മാറ്റിയ കുഴികൾ അത് മൂടുന്നതും അവിടെ നമുക്ക് കാണാം. ഒരു രാത്രി ഉരുളെടുത്ത മനുഷ്യരാണ് ഒരുമിച്ച് മടങ്ങുന്നത്. 189 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും അടക്കം 189 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് ഇനി നടക്കുന്നത്. നേരത്തെ ഉരുൾ ദുരന്തം ഉണ്ടായ മുത്തുമലയിലെ അതിന് സമീപത്തെ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തെ ഭൂമിയാണ്, ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയാണ് സംസ്കാര ചടങ്ങുകൾക്കായി ഒരുക്കിയിരിക്കുന്നത്. 189 മൃതദേഹങ്ങളിൽ ശരീരാവശിഷ്ടങ്ങൾ മാത്രമുള്ള 158 എണ്ണമുണ്ട്. അതിനായി ഇതിനും ചെറിയ കുഴികൾ അവിടെ തയ്യാറായിട്ടുണ്ട്. DNA സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധന പൂർത്തിയാക്കി ആണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. ദുരന്തം നടന്ന് 7ാം നാളാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.
ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളുമൊക്കെ ഉള്ള മനുഷ്യർ ഒരു ദിവസം ഒറ്റ രാത്രിയിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരായിരിക്കുന്ന ഏറ്റവും നടുങ്ങുന്ന വാർത്തകൾ അത് നമ്മൾ കഴിഞ്ഞ 7 ദിവസമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. പുരുഷനാണോ സ്ത്രീയാണോ എന്നുപോലും തിരിച്ചറിയാൻ കഴിയാതെ ഉള്ള മടക്കമാണ്. ഡാൻ കുര്യൻ വീണ്ടും അവിടെ നിന്ന് ചേരുകയാണ്. ഡാൻ, ആദ്യം സർവമത പ്രാർത്ഥനയൊക്കെ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ഓരോ കുഴികളിലേക്കായി മാറ്റുന്നു. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും? ഡാൻ, കേൾക്കാമോ? മുഴുവൻ മൃതദേഹങ്ങളും ഇവിടേക്ക് എത്തിച്ച മുഴുവൻ മൃതദേഹങ്ങളും അല്പസമയത്തിനകം തന്നെ സംസ്കരിച്ച് പൂർത്തിയാകും എന്നാണ്, സംസ്കാര നടപടികൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി 4 മൃതദേഹങ്ങൾ കൂടി മാത്രമാണ് ഈ പന്തലിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ളത്. ബാക്കി മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയനീയമായ കാഴ്ചയാണ്. കാരണം ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്ന മൃതദേഹങ്ങളിൽ പോലും ചിലതൊക്കെ ചെറിയ ചില ബോക്സുകളിൽ മാത്രമാണ്. കാരണം അത് ശരീരഭാഗങ്ങൾ കൂടി കൂട്ടിയിട്ടുള്ളവയാണ്. അത് പൂർണ്ണമായി മൃതദേഹങ്ങളായി കണ്ടെത്താൻ കഴിയാത്തവയും അങ്ങനെയുള്ളവയുമുണ്ട്. അതാണ് ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാഴ്ചയായി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. സ്വാഭാവികമായി ആദ്യ ബാച്ചിലെ 16 ആംബുലൻസുകളിൽ എത്തിച്ച മൃതദേഹങ്ങൾ സംസ്കരിച്ച് പൂർത്തിയാകുന്ന മുറയ്ക്ക് മേപ്പാടിയിൽ നിന്ന് പുറപ്പെട്ട അടുത്ത ബാച്ച് 16 അല്ലെ 14 ആംബുലൻസുകളിലായി ഇവിടേക്ക് എത്തുന്ന കോൺവോയായി എത്തുന്ന ആംബുലൻസുകളിലെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. സ്വാഭാവികമായി 5 മണിക്കൂർ കൊണ്ട് ഈ 31 മൃതദേഹങ്ങളും ബാക്കി ശരീരഭാഗങ്ങളും ഇവിടെ സർക്കാരിന്റെ എല്ലാ ആദരവും നൽകി സംസ്കാര നടപടികൾ പൂർത്തിയാക്കണമെന്നൊരു തീരുമാനത്തിലാണ് സർക്കാർ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് റവന്യൂ വകുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കാലതാമസം നേരിടാതെ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അവർ നേരത്തെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കാലാവസ്ഥ അല്ലെങ്കിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. കാരണം രാവിലെ മുതൽ മേഘാവൃതമായിരുന്നു ആകാശം. അതുകൊണ്ട് മഴ പെയ്തേക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ലാത്ത തരത്തിൽ ആ നടപടികൾ പൂർത്തിയാക്കുന്നു എന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ. ഇപ്പോൾ അടുത്ത മൃതദേഹ ഭാഗവും കൂടി താഴേക്ക് കൊണ്ടുപോവുകയാണ് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓരോ മൃതദേഹങ്ങൾക്ക് അടുത്തും അതിനുവേണ്ടി ചുമതലപ്പെട്ട കൺസേൺഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രത്യേകം ഒരു ടാഗ് ലൈനിൽ ഈ പേപ്പറിൽ എഴുതി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഈ മൃതദേഹങ്ങൾക്ക് സമീപത്തേക്ക് ഇത് എപ്പോഴെങ്കിലും തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ അറിയാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഈ HML-ന്റെ ഈ പ്ലാന്റേഷനിൽ പ്രത്യേകം നൽകിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.